കാനഡ ഇമിഗ്രേഷൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം കാനഡയുടെ ഇമിഗ്രേഷൻ മിനിസ്റ്ററുടെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. TR to PR, ടെമ്പററി റെസിഡൻറ്റ് ടു പെർമനന്റ് റെസിഡൻറ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ ഇനിയും കാനഡയിലെ ചില പ്രധാനപ്പെട്ട സിറ്റികളിൽ നിന്നാണ് നിങ്ങൾ ഈ അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ PR ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അത് വിശദമായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ കാനഡയിൽ ഈ താഴെ പറയുന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ട സിറ്റികളിലാണ് നിങ്ങളിപ്പോൾ താമസിക്കുന്നതെങ്കിൽ, നിങ്ങളിപ്പോൾ അത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, അപ്പോൾ തന്നെ നിങ്ങൾ ടെമ്പററി വിസ കാറ്റഗറിയിലാണ് നിങ്ങളിപ്പോൾ അത് കാനഡയിൽ നിൽക്കുന്നതെങ്കിൽ, ടെമ്പററി റെസിഡൻറ്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ വർക്ക് പെർമിറ്റ് ഉൾപ്പെടെ നിങ്ങൾ ഏതൊക്കെ വിസയിലാണോ ആ വിസയിൽ നിന്ന് നിങ്ങൾ PR-ലേക്ക് നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കാനഡയുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഈ സെൻസസ് മെട്രോപൊളിറ്റൻ ഏരിയ എന്നാണ് അതിനറിയപ്പെടുന്നത്, CMA. അപ്പം ഇങ്ങനെ CMA, അത് മെട്രോപൊളിറ്റൻ സിറ്റികളിലാണ് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്നതെങ്കിൽ പ്രധാനമായിട്ടും ടൊറന്റോ, വാങ്കൂവർ, മോൺട്രിയൽ, അതുകൂടാതെ തന്നെ ഏതാണ്ട് 41 മറ്റ് സിറ്റികളും ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് അത് കാൽഗറി, എഡ്മണ്ടൺ, ഹാലിഫാക്സ്, ഹാമിൽട്ടൺ, കിച്ചണർ, വിന്നിപ്പെഗ്, ക്യൂബക്, ഇങ്ങനെയൊക്കെയുള്ള സിറ്റികളിൽ അവർ ഒരു മാനദണ്ഡം വെച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം പോപ്പുലേഷൻ, 1 ലക്ഷം പോപ്പുലേഷൻ മുതൽ മുകളിലോട്ട് ജനസംഖ്യയുള്ള സിറ്റികളെയാണ്, അതായത് സെൻസസ് മെട്രോപൊളിറ്റൻ ഏരിയ CMA എന്ന് അവർ അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള സിറ്റികളിലാണ് നിങ്ങളിപ്പോൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ 2026 ഈ പുതിയ നിയമപ്രകാരം 2026 നിങ്ങൾ PR-ന് അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അത് പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ ഒരു സംവിധാനം പെട്ടെന്ന് അവർ കൊണ്ടുവന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ മുമ്പ് പറഞ്ഞ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ, അതായത് ടൊറന്റോ പോലുള്ള സ്ഥലങ്ങളിൽ വളരെയധികം ജനസംഖ്യ കൂടിയിരിക്കുന്നു. വരുന്ന ആളുകൾ മുഴുവനും ഇങ്ങനെയുള്ള സിറ്റികളിലേക്കാണ് ചേക്കേറുന്നത്. അതുകൊണ്ട് തന്നെ അതായത് ഹൗസിംഗ് ക്രൈസിസ് ഉൾപ്പെടെ പല ഇൻഫ്രാസ്ട്രക്ചറിൽ വന്നതായിട്ടുള്ള വലിയ പ്രശ്നങ്ങളെ അത് ആ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് അവിടെ താമസിക്കുന്ന ഇനിയുമുള്ള ആളുകളെ, അല്ലെങ്കിൽ നിലവിൽ PR-ന് വേണ്ടി അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന ആളുകളെയെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങനെയുള്ള പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സിറ്റികളിൽ നിന്ന് അവരെ അവിടുന്ന് നിർബന്ധപൂർവം മൂവ് ചെയ്യുക, അവരെ അവിടുന്ന് റീലൊക്കേറ്റ് ചെയ്ത് ചെറിയ ചെറിയ കമ്മ്യൂണിറ്റിയിലേക്ക് അവരെ മാറ്റി പാർപ്പിക്കുക എന്നതാണ് ഇപ്പോൾ കാനഡ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പൊ ഈ ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒണ്ടാരിയോയിൽ തന്നെയുള്ള, അതായത് ബെല്ലിവില്ല്, ഓറില്യ, അതുപോലെ തന്നെ സാർണിയ, ഇങ്ങനെയൊക്കെയുള്ള സിറ്റികളിൽ, അതുപോലെ തന്നെ BC-യിൽ ബ്രിട്ടീഷ് കൊളംബിയയിലാണെങ്കിൽ കാമലൂപ്സ് എന്ന് പറയുന്ന ചെറിയ ചെറിയ സിറ്റികൾ, ആൽബർട്ടയിൽ റെഡ് ഡിയർ, ഇങ്ങനെ ഉള്ള പല പല ചെറിയ ചെറിയ സിറ്റികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിറ്റികളിലേക്ക് ഞാൻ മുമ്പ് പറഞ്ഞതായിട്ടുള്ള ബെല്ലിവില്ലും ഓർലിയിലും ഒക്കെ ഏതാണ്ട് 50,000-ത്തിനടുത്തുള്ള ജനസംഖ്യയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ റീലൊക്കേറ്റ് ചെയ്യണം. നിർബന്ധപൂർവം ഇപ്പോൾ അത് കാനഡ ഗവൺമെന്റ് ആ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ PR-ന് വേണ്ടി ഈ വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ 2026 അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ, നിങ്ങൾ എത്രയും വേഗം ആ ഒരു തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എത്ര വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ PR നിങ്ങൾ റിജക്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും എന്നാണ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്ട്രിക്റ്റ്ലി ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു അപ്ഡേറ്റിൽ പറയുന്നത്. ഓൺലൈനിൽ കയറിയിട്ട് CMA-യുടെ അണ്ടറിൽ, അതായത് 1 ലക്ഷത്തിൽ താഴെയുള്ള പോപ്പുലേഷനിലാണോ അതോ 1 ലക്ഷത്തിന് മുകളിലുള്ള പോപ്പുലേഷനാണോ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സിറ്റി എന്ന് നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എത്രയും വേഗം ഒരു തീരുമാനമെടുത്ത് അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് ഇപ്പോൾ നിലവിൽ വരുന്നതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. അത് നമ്മളുടെ ഫ്യൂച്ചറിനെ വരെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അവർ പ്രധാനമായിട്ട് ഇതെല്ലാം കൊണ്ടുവരുന്നത് ജനസംഖ്യ, അവർ നേരത്തെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് സൂചിപ്പിച്ചപ്പോൾ ഏതാണ്ട് 5% താഴെ ജനസംഖ്യ എത്തിക്കുക, അതിനു വേണ്ട എല്ലാ നിയമ നടപടികളും ഓരോ ദിവസം പുതിയ പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്ത കേൾക്കുന്ന ഓരോരുത്തരും അത് ചെക്ക് ചെയ്ത് എത്രയും വേഗം ഒരു ഡിസിഷനിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ, ഈ ഒരു പുതിയ അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി, പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും നമുക്ക് കാണാം. I am Sanotrexy Joy. Bye.